തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്ന വോട്ടർമാരെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഔദ്യോഗിക കണക്ക് പ്രകാരം 5 മണിവരെ സംസ്ഥാനത്ത് 65.65% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ പോളിംഗ് 70% കടക്കും. സമയം കഴിഞ്ഞെങ്കിലും പലയിടത്തും ഇപ്പോഴും വോട്ട് ചെയ്യാൻ വരി തുടരുകയാണ്. രാഹുൽ ജിനാഥ്, രാഹുൽ KV, റിയ ബേബി എന്നിവർ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം രാഹുലിലേക്കാണ്. രാഹുൽ, ശരി, പ്രശാന്ത് കൃഷ്ണ ഉൾപ്പെടെയുള്ളവരാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം പ്രശാന്ത് കൃഷ്ണയിലേക്കാണ്. പ്രശാന്ത്, എല്ലായിടത്തും വലിയ വോട്ടർമാരുടെ നില, പല ബൂത്തുകളിലും ഇപ്പോഴും വോട്ടർമാർ ക്യൂവിൽ തുടരുന്നുണ്ട്. ചിലയിടങ്ങളിൽ പോളിംഗ് ഭയങ്കര ലാഗാണ്, മന്ദഗതിയാണെന്നുള്ള വിവരങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. തലസ്ഥാനത്ത് എങ്ങനെയാണ് ഇപ്പോൾ ബൂത്തുകളുടെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ്? എല്ലാവർക്കും വോട്ട് ചെയ്ത് മടങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നിര തുടരുന്നുണ്ടോ? ചിലയിടങ്ങളിൽ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റെന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? അക്ഷയ, 6 മണിയിലെ കണക്ക് നമുക്കിപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാളും പോളിംഗ് ശതമാനം കുറവാണ്. കഴിഞ്ഞ തവണ 73% ഉണ്ടായിരുന്നത് ഇത്തവണ തിരുവനന്തപുരത്ത് 65.93%. പത്തനംതിട്ടയിൽ 65.91%. മറ്റ് പല ജില്ലകളുടെയും കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് ഇതാണ് പോളിംഗ് ശതമാനം. ഒപ്പം വൈകിട്ട് ഈ ജില്ല തിരിച്ചിട്ടുള്ള കണക്കിൽ, ജില്ലയിൽ തന്നെ നഗരസഭ തിരിച്ചും ഗ്രാമപ്രദേശം തിരിച്ചുള്ള കണക്കുകൾ വൈകിട്ട് 5:17 ഒടുവിലായി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപ്രകാരം തിരുവനന്തപുരം നഗരസഭയിൽ 55.04% ആണ് പോളിംഗ്. മറ്റ് അതേസമയം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മറ്റ് ബ്ലോക്കുകളിലെല്ലാം തന്നെ ഉയർന്ന പോളിംഗ്, 70%-ലധികം വരുന്ന പോളിംഗിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. ഏതായാലും തിരുവനന്തപുരം നഗരസഭാ പ്രദേശത്ത് 65% വരെ പോളിംഗ് നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എന്തായാലും ഏറ്റവും പുതിയ കണക്കുകൾ ആണ് ഇപ്പോൾ 6 മണിക്കുള്ള കണക്കുകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഇത് പറയുമ്പോഴും അവസാന മണിക്കൂർ 5 മണി സമയത്ത് 4:30 ശേഷം നല്ല പോളിംഗ് ഈ തീരപ്രദേശത്തും അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് പ്രകടമായി കാണാൻ സാധിച്ചിട്ടുമുണ്ട്. എന്തായാലും നഗരപ്രദേശത്ത്, ഞാൻ നിൽക്കുന്ന ശാസ്ത്രമംഗലം പോലുള്ള പ്രദേശങ്ങളിൽ 4 മണിക്ക് ശേഷം പോളിംഗ് വളരെ കുറവായിരുന്നു. അതായത് ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് പൊതുവെ കുറവായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ തവണ ഇപ്പോൾ കവടിയാറിലേക്ക് ഉദാഹരണം എടുത്താൽ, കവടിയാറിൽ കഴിഞ്ഞ തവണ 50-ൽ താഴെ ആയിരുന്നു പോളിംഗ് ശതമാനം. ഇത്തവണ അതിനും ഉയർന്ന നിലയിലേക്ക് പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോളിംഗ് ശതമാനം തിരുവനന്തപുരം നഗരസഭാ പ്രദേശത്തിൽ ഉയർന്ന തോതിൽ, അതായത് ജില്ലയിൽ ആകെയുള്ള പോളിംഗ് ശതമാനം പോലെ നഗരസഭാ പ്രദേശത്ത് ഉയർന്നിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള കണക്ക് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നണികൾക്ക് കൃത്യമായ കണക്കുകൂട്ടലുകൾക്ക് ശേഷം മാത്രമേ ഈ പോളിംഗ് ശതമാനത്തിൽ എത്രത്തോളം മെച്ചമുണ്ടാക്കാൻ സാധിച്ചു എന്നൊരു വിലയിരുത്തൽ നടത്താൻ സാധിക്കൂ. ഏതായാലും ഇനി കൂട്ടലിൻ്റെയും കിഴിക്കലിൻ്റെയും സമയമാണ്. ഇന്ന് വൈകിട്ടോടെ മാത്രം രാത്രിയോടെ ബൂത്ത് തല കണക്കുകൾ 3 മുന്നണികളിൽ ശേഖരിക്കും. അതിനുശേഷം മാത്രമേ ഒരു വോട്ട് ചിത്രം, എത്ര വോട്ട് സ്വന്തം പെട്ടിയിൽ വീണു എന്ന ഒരു വിലയിരുത്തലിലേക്ക് മുന്നണികൾ എത്തൂ. ഏതായാലും പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. എല്ലാ പോളിംഗ് നടപടികളും പൂർത്തിയായിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് ശേഷമായിരിക്കും പോളിംഗ് ശതമാനം ആർക്കൊപ്പം, പോളിംഗ് ശതമാനത്തിൽ നിന്നും ഒരു അവകാശവാദമൊക്കെ മുന്നണികൾ ഉന്നയിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുക. ഇപ്പോഴെന്തായാലും തലസ്ഥാനത്ത് പ്രശാന്ത് നൽകിയതനുസരിച്ച് കഴിഞ്ഞ തവണത്തെ അത്ര പോളിംഗ് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. വരാനിരിക്കുന്നതുള്ളൂ, അതിലേക്ക് ഒരുപക്ഷെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എന്തായാലും 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 7 ജില്ലകളിലായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഔദ്യോഗികമായിട്ടുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ക്യൂവിൽ തുടരുന്ന ആളുകൾക്ക് ഇനിയും വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. പലയിടങ്ങളിലും ആ ക്യൂ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കൊല്ലത്തേക്കാണ്. രാഹുൽ KV കൊല്ലത്ത് നിന്നും ചേരുകയാണ്. രാഹുൽ, കൊല്ലത്ത് ഇപ്പോൾ എങ്ങനെയാണ് ഒടുവിലെ കണക്ക് വരുമ്പോൾ ജില്ലയിൽ എത്ര പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഇപ്പോഴും ഏതൊക്കെ ബൂത്തുകളിലാണ് തിരക്ക് തുടരുന്ന ബൂത്തുകൾ ഉണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കൊല്ലത്ത്? അക്ഷയ, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 6 മണി വരെയുള്ള ഈ കണക്ക്, പോളിംഗ് ശതമാനം ലഭിക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ശതമാനം കുറവാണ്. അത് 69.32% 6 മണി വരെയുള്ള കണക്ക്. പക്ഷേ ജില്ലയിൽ പൂർണ്ണമായും പോളിംഗ് പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ഈ പോളിംഗ് ശതമാനത്തിൽ മാറ്റമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണ 73.8% പോളിംഗ് എന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്നത് കൊല്ലം
തട്ടാമല സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കൊല്ലം കോർപ്പറേഷനിൽ കയ്യാലക്കൽ ഡിവിഷനിലേക്കുള്ള പോളിംഗ് ഇവിടെ ഇതുവരെ അവസാനിച്ചിട്ടില്ല. സമയം ഈ പൂർത്തിയായതിനു ശേഷവും വരിയിൽ തുടർന്ന ആളുകൾക്ക് ടോക്കൺ നൽകി അവരെ അകത്തേക്ക് കടത്തിവിടുന്നതാണ് ഏതായാലും ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണുന്നത്. 22 പേരാണ് സമയം അവസാനിച്ചിട്ടും വരിയിൽ തന്നെ ഉണ്ടായത്. ഏതായാലും ഇതുപോലെ തന്നെ സമാനമായ സ്ഥിതി മറ്റു ബൂത്തുകളിലും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ വരിയിൽ നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ ആളാണ്. ഏതായാലും വരാൻ വൈകിപ്പോയതാണോ? കുറേ നേരം ക്യൂവിൽ നിന്നോ? കുറച്ച് സമയം നിന്ന്. കുറച്ച് നേരം നിന്നോ? നിങ്ങളെന്താ വരാൻ വൈകിപ്പോയവരാണോ? മരിപ്പായിരുന്നു. മരണം ഉണ്ടായി ഒന്നിച്ച് വന്ന ആളുകളാ? ദൂരെയായിരുന്നോ മരണം? അല്ല, മദർ മരിച്ചു വീട്ടില്. വീട്ടിലോ? അമ്മയാ? എന്നിട്ട് വോട്ട് ചെയ്യാൻ വന്നോ? വോട്ട് ചെയ്യാൻ വന്നു. അവകാശമല്ലേ. ഇന്നായിരുന്നോ? ഇന്ന് അതൊരു അത്യാവശ്യം ഒരു ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. ഇന്ന് അമ്മ മരിച്ച് വോട്ട് ചെയ്യാൻ വന്നൊരു ഇത്തായുടെ പ്രതികരണമാണ് കേട്ടത്. അവകാശമല്ല, അത് വിനിയോഗിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത്. നിങ്ങളും എങ്ങനെയാണ്? വർക്കിംഗ് ആണ്, ജോലിയുണ്ട്. അത് 5:30 അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്നത്. നേരത്തെ ഹാഫ് ആൻ അവർ നേരത്തെ 6 വരെ 5:30 ഇറങ്ങിയിട്ട് വന്നതാണ്. സാധാരണ ജോലിക്ക് പോകുമ്പോൾ രാവിലെ ഒന്ന് ചെയ്ത് പോകാറുണ്ടായിരുന്നല്ലോ. വീട്ടിൽ 2 പൊടി കൊച്ചുങ്ങളുണ്ട്, അവരെ കാര്യം നോക്കിയിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ടൈം കിട്ടിയില്ല രാവിലെ. ഓക്കെ, ശരി. ഏതായാലും ഒന്നും പറയാനില്ല. ഇതൊക്കെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ അവകാശം അത് വിനിയോഗിക്കുക തന്നെയാണ്. എല്ലാവർക്കും മാതൃകയായ ഒരു കുടുംബാംഗമാണ്, മകളാണ് ഏതായാലും ഈ വരിയിൽ നിൽക്കുന്നത്. ആ വിവരം കേട്ട സമയത്ത് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്ന് തന്നെയാണ്. സ്വന്തം മാതാവ് ഇന്ന് മരിച്ചു, അതിനുശേഷം ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വരിയിൽ വന്ന് ടോക്കൺ വാങ്ങി വരി നിന്ന് അവകാശം രേഖപ്പെടുത്തുകയാണ്. അതിൽ പോളിംഗ് ഈ സമയം അവസാനിച്ചതോടുകൂടി കൃത്യമായ ഒരു പോളിംഗ് ശതമാനം ലഭ്യമായിട്ടില്ലെങ്കിലും മുന്നണികളെല്ലാവരും കണക്കുകൂട്ടലിലേക്ക് കടന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് എക്കാലവും വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന, മൃഗീയ ഭൂരിപക്ഷമൊക്കെ ലഭിക്കുന്ന ജില്ലയാണ്. കോർപ്പറേഷനിലാണെങ്കിലും മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും അത് നിലനിർത്തും എന്ന് തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. ഇടതുപക്ഷം വലിയ മാറ്റമുണ്ടാക്കും എന്ന് UDF ആണെങ്കിലും BJP. ശരി, രാഹുൽ KV ആണ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് നോക്കും ഇപ്പോഴും ആ ക്യൂ തുടരുന്നുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഒപ്പം തന്നെ അവിടെ നിന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, അവിടെ ഇന്ന് അമ്മയുടെ മരണം സംഭവിച്ച ഒരു മകൾ അവിടെ വോട്ട് രേഖപ്പെടുത്താൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ ശക്തിയാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഒരു പൗര എന്ന നിലയിൽ അടയാളപ്പെടുത്തി അത് കൃത്യമായി തന്നെ അത് പറയുകയും ചെയ്യുകയാണ് അവർ. അതൊക്കെയാണ് ഏറ്റവും നല്ല കാഴ്ചകൾ. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യം എത്രമാത്രം ശക്തിപ്പെടുന്നത് എന്നതിന്റെ നേർസാക്ഷ്യമാണ്